ഹായ് ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. സോ ഇന്നത്തെ വ്ളോഗ് എന്ന് പറയുന്നത് ഒരു ഈവനിങ് വ്ളോഗായിട്ടോ. എൻ്റെ കോലം കണ്ടിട്ട് ആരും പേടിക്കണ്ട, ഞാൻ ഉറക്കത്തിൽ നിന്ന് എഴുന്നേറ്റതേ ഉള്ളൂ. എനിക്ക് ഡ്യൂട്ടി ഒരു ഉച്ച വരെ ഉള്ളൂ. അപ്പോൾ ഉച്ചയ്ക്ക് വന്നു കഴിഞ്ഞ് ഒരു ഉറക്കം, പിന്നെ എഴുന്നേക്കുന്ന ഒരു 6 മണി 7 മണിയൊക്കെയാണ്. ഇന്നെന്തോ നേരത്തെ എഴുന്നേറ്റു, 4 മണിയായപ്പോൾ എഴുന്നേറ്റു. അപ്പോൾ ഞാനോർത്തൊരു വ്ളോഗ് എടുത്താലോ എന്ന്. ഒന്നുമില്ല, ഇങ്ങനെയൊക്കെ തന്നെ പോകുന്നതാണ്. അപ്പം എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ആദ്യം തന്നെ ഞാനൊരു നല്ലൊരു ചായയും പിന്നെ കഴിക്കാനോടൊന്നുമില്ല, അപ്പം നമുക്കൊരു പഴംപൊരി ഉണ്ടാക്കാവേ. അപ്പോൾ അതുകൊണ്ട് ഏത്തക്ക എടുത്തിട്ടുണ്ട്. നമുക്ക് ഏത്തക്കാപ്പം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാൻ ആദ്യം ഗോതമ്പൊടി എടുക്കുന്നു. ഇവിടെ ഗോതമ്പൊടി ഉണ്ട് കേട്ടോ, മറ്റേ സാധനങ്ങളൊന്നുമില്ല. അപ്പം ഗോതമ്പൊടിക്കകത്ത് നമുക്കൊരു ഏത്തക്കാപ്പം ഉണ്ടാക്കാം. അപ്പം ആട്ട എടുത്തിട്ടുണ്ട്, കുറച്ച് മതിയല്ലോ, ഒരേത്തക്കയല്ലേ ഉള്ളൂ. കളറിന് വേണ്ടി കുറച്ച് മഞ്ഞൾപ്പൊടി, ഇത്തിരി, ഒന്നുമില്ല ഗൈസ്, മഞ്ഞൾപ്പൊടി തീർന്നെന്ന് തോന്നുന്നു. കുറച്ച് ജീരകം ഇട്ട് കൊടുക്കാമേ, 2 ഏലക്ക ഇട്ട് കൊടുക്കാം. അയ്യോ, ഒരു കാര്യം പറഞ്ഞു, ഉപ്പിട്ടില്ല, ഉപ്പും കൂടി ഇടാവേ. ഓരോന്നായിട്ട് ഇടാം. കുഞ്ഞി പാനായതുകൊണ്ട് തന്നെ 2 എണ്ണമൊക്കെ വീഴാൻ പറ്റും. ഇതവിടെ തിളക്കട്ടെ, നമുക്ക് ചായയുടെ നോക്കാം. ഇതവിടെ തിളക്കട്ടെ കൈസ്. അപ്പം എന്താ, നല്ല ചൂട് ചായയും പഴംപൊരിയും റെഡി ആയിട്ടുണ്ട്, കഴിക്കാം. കുറച്ച് കരിഞ്ഞു പോയി, എന്നാലും കുഴപ്പമില്ല. അങ്ങനെ വേണ്ട ചായ കൂടിയൊക്കെ ഞാൻ പുറത്തോട്ട് ഇറങ്ങിയേക്കുവാണ്. മെയിനായിട്ട് ഇനി 2 പരിപാടി എന്ന് വെച്ചാൽ തൂത്തുവാരുക, ചെടിക്ക് വെള്ളം ഒഴിക്കുക. ഞാൻ കഴിഞ്ഞൊരു യൂട്യൂബ് ഷോർട്സിൽ ഇതേണ്ട ഈ ഒരു ചെടി നടുന്നതിട്ടിട്ടുണ്ടായിരുന്നേ. അപ്പോൾ ഇതേണ്ട അതെല്ലാം കിളിച്ച് ഇതേണ്ട പൂവായി, ഒത്തിരി സന്തോഷം. നമുക്ക് തൂത്തുവാരാൻ വാ. ജോലി കഴിഞ്ഞിരിക്കുന്ന ഗൈസ്, നിങ്ങൾക്കും വീഡിയോയ്ക്ക് വേണ്ടിയുള്ള പ്രകസനമാണെന്ന്. പ്രകസനമൊന്നല്ല, സമയം കിട്ടുമ്പോഴൊക്കെ തോക്കും, അത് തന്നെ. പിന്നെ നമുക്കിനി ഈ ചെടികൾക്കെല്ലാം വെള്ളം ഒഴിക്കണം, ഇല്ലെങ്കിൽ അതിന് കരിഞ്ഞു പോകും. അപ്പോൾ വെള്ളവും കൂടി ഒഴിച്ചിട്ട് നേരെ വീട്ടിലേക്ക്. അതാണ് എൻ്റെ വീട്. ഓക്കെ, എൻ്റെ ഈവനിങ് പരിപാടികളൊക്കെ കഴിഞ്ഞു. ഇനി കുളിക്കണം. പിന്നെ നമുക്ക് 2 പിള്ളേർ വരുന്നുണ്ട്, നമ്മുടെ മേളത്തെ നമ്മുടെ പിള്ളേർ വരുന്നുണ്ട് ട്യൂഷന്. അപ്പം എനിക്കറിയാവുന്നതൊക്കെ ഞാൻ പറഞ്ഞു കൊടുക്കും. അതൊക്കെ തന്നെ ഉള്ളൂ, വേറെ പരിപാടികളൊന്നും ഇനിയില്ല. കുളിക്കുന്ന എനിക്ക് കുറച്ച്, ഞാൻ 12 മണി 9 മണിയൊക്കെ ആവും കുളിക്കാൻ എനിക്ക് ഭയങ്കര മടിയാണ്. മടിയെന്നല്ല, എത്ര താമസിച്ചാലും കുളിച്ചിട്ടേ കിടക്കൂ. പക്ഷേ ആ ഒരു പ്രോസസ്സിലേക്ക് എത്തണമെങ്കിൽ കുറച്ച് പാടാണ്. അപ്പോൾ കുളിയൊന്നും ഇനി 9 മണി 10 മണി ആയിട്ടേ ഉള്ളൂ. കുറച്ച് നേരം ഇങ്ങനെ റീൽസൊക്കെ കണ്ടുകൊണ്ടിരുന്നിട്ട് അപ്പോഴത്തേക്ക് നമ്മുടെ പിള്ളേർ വരും, അവരെ പഠിപ്പിക്കണം. അത് നമുക്ക് കുളിച്ചിട്ട് കഴിച്ചിട്ട് ഉറങ്ങാം. ട്യൂഷൻ കുട്ടികൾ വരുന്നുണ്ട് കേട്ടോ, കാണിക്കാമേ. ഇങ്ങോട്ട് പൂർത്തിയാക്കാം, കഥ പൂർത്തിയാക്കാം. മഞ്ചാടിക്കരയിലെ കുഞ്ഞിപ്പൂച്ച. ഒരു ദിവസം കുഞ്ഞിപ്പൂച്ചയ്ക്ക് കൊഞ്ച് തിന്നാൻ കൊതിയായിരുന്നോ അതോ ആശയായിരുന്നോ? മഞ്ചാടിക്കരയിലാണ് കുഞ്ഞിപ്പൂച്ചയുടെ താമസം. യാത്ര പോകുന്ന ഇതിന്റെ കഥ എന്തി? നോട്ടിലുള്ള കഥയാണോ? പിന്നെ അതാടാ, ഇത് നമ്മൾ
കോതി 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 കൊതി അതല്ല അതായല്ല ഗൈസ്, ഇന്നലത്തെ വീഡിയോ എനിക്ക് കണ്ടിന്യൂ ചെയ്യാൻ പറ്റിയില്ല. അപ്പം ഇതൊക്കെയായിരുന്നു എൻ്റെ ചെറിയൊരു ഈവനിങ് വ്ളോഗ്. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ എന്തായാലും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. വേറൊരു വീഡിയോ ആയിട്ട് കാണുന്നത് വരെ ബൈ.